സ്നേഹമുള്ള സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിലെ അസുലഭമായിട്ടുള്ള ഒരു സൗഭാഗ്യമാണ് അജനയുടെ തൈക്കൂട്ടത്തുള്ള സെമിത്തേരിയിലെ കല്ലറ സന്ദർശിക്കാനുള്ള അവസരം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല എറണാകുളത്തേക്ക് വന്നത്. ജീസസ് യൂത്തിൻ്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സിൻജോയും ഷോയൊക്കെ എന്നോട് പറഞ്ഞു, പിതാവെ നമുക്കൊന്ന് പോയി അവിടെ പ്രാർത്ഥിക്കാമെന്ന്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അജനെ കുറിച്ചിട്ട് ജോസഫ് പൂമ്പങ്കലച്ചനും ജിത്തും കൂടെ എഴുതിയ പുസ്തകം ഞാൻ കണ്ടു. അതിൽ 131 പേജിൽ ഞാൻ അജനയുടെ കൂടെ നിൽക്കുന്ന മനോഹരമായിട്ടൊരു ചിത്രം. ആ ചിത്രത്തെ കണ്ടിട്ട് ഒരാൾ കമന്റ് ചെയ്ത് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അജനയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിതാവിന്റെ കൂടെ നിന്ന് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനായിട്ട്. ഇന്ന് അജന മരിച്ചു കഴിഞ്ഞപ്പോൾ പിതാവിന് ഒരുപാട് ആനന്ദം തോന്നുന്നുണ്ടാകും അജനയുടെ കൂട്ടത്തിലെ പിതാവിന്റെ ഒരു ഫോട്ടോ കിട്ടിയതില്ലേ. സത്യമാണ്, ആ കമന്റ് 100% സത്യമാണ്. അജന എത്രയും പെട്ടെന്ന് അൾത്താരയിൽ വണങ്ങപ്പെടുന്ന സ്വർഗത്തിലെ നമുക്കൊരു മധ്യസ്ഥയായിട്ട് തീരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ യുവജനങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ആകുലരാണ്. പക്ഷേ യുവജനങ്ങൾക്ക് വഴികാട്ടിയായി ദൈവം ഒരു മാലാഖയെ നൽകിയതാണ് അജന. മരണം വരെ ഭീകരമായിട്ടുള്ള സഹനത്തിന് നടുവിലും പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ കൂടെ ചേർന്ന് നിന്ന് തന്റെ സഹനത്തെ അർത്ഥവത്താക്കി അവൾ സ്വർഗം കൂടി. അജനയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. അജനയെ സ്വർഗത്തിലെ കൂട്ടുകാരിയായി കിട്ടണമേ എന്ന് തമ്മിലോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള നിങ്ങളുടെ സ്വന്തം തട്ടിൽ പിതാവ്.